പ്രിയമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടുവാൻ പോകുന്നത് KDN ലൈവിൽ റോട്ടോസ്കോപ്പിംഗ് എന്ന സംവിധാനത്തെ കുറിച്ചാണ്. ചെറിയ ക്ലാസ്സുകളിൽ കഥ, കവിത തുടങ്ങിയവയ്ക്ക് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്ന രീതിയിൽ, ആ ടെസ്റ്റുകൾ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൽ KDN ലൈവിൽ ഉപയോഗിക്കുന്ന ഒരു സങ്കേതമാണ് റോട്ടോസ്കോപ്പിംഗ്. അപ്പോൾ അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പാഠഭാഗത്തേക്ക് കടക്കുന്നതിന് ആദ്യം നമ്മൾ ഇതിലേക്ക് വരേണ്ട ടെസ്റ്റുകൾ ഒന്ന് ടൈപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു ഓഡിയോ തയ്യാറാക്കി വെക്കുക. ആ ടെസ്റ്റ് വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് ആപ്ലിക്കേഷനിൽ സൗണ്ട് ആൻഡ് വീഡിയോയിൽ KDN ലൈവ്, ഇതാണ് KDN ലൈവിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ ഇതിലേക്ക് ഉപയോഗിക്കേണ്ട ഓഡിയോ ക്ലിപ്പും ടെക്സ്റ്റും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ ഓഡിയോ ക്ലിപ്പ് ഞാനിത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് വെക്കുകയാണ്. കളർ ക്ലിപ്പ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ആഡ് കളർ ക്ലിപ്പ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള നിറം ഇടുന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ മിക്കവാറും ഒരു ലൈറ്റ് ആയിട്ടുള്ള കളർ കൊടുക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് വേണമെങ്കിൽ മാറ്റാം നമുക്ക്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓക്കെ കൊടുക്കുക. ഈ കളർ ക്ലിപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ കളർ ക്ലിപ്പ് ഡ്രാഗ് ചെയ്ത് വീഡിയോ 1 എന്ന് പറയുന്ന ട്രാക്കിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അതിനുശേഷം ഇതിന്ന് കുറച്ച് വലുതാക്കി വെക്കുക. ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് ഓഡിയോ ട്രാക്കും ഇവിടെ കൊണ്ടുപോയി വെക്കേണ്ടതാണ്. ഓഡിയോ ട്രാക്ക് ഇവിടെ വെച്ചു. ഇനി ഇത്രയാണ് ഉള്ളത്, ഓഡിയോ ഉള്ളത്. അപ്പോൾ ഇത് കുറച്ചുകൊണ്ട് എന്ത് ചെയ്യുക, കുറയ്ക്കുക. അതിനുശേഷം പ്രൊജക്റ്റിൽ ആഡ് ടൈറ്റിൽ ക്ലിപ്പ് എടുക്കുക. പ്രൊജക്റ്റ് ആഡ് ടൈറ്റിൽ ക്ലിപ്പ്, അതായത് നമ്മളിപ്പോൾ ചെയ്ത ടൈം കളർ ക്ലിപ്പിലേക്ക് ഒരു ടൈറ്റിൽ എങ്ങനെ കൊണ്ടുവരാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആഡ് ടൈറ്റിൽ ക്ലിപ്പ് എടുക്കുക. ആഡ് ടൈറ്റിൽ ക്ലിപ്പിൽ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് കാണണമെങ്കിൽ, നമ്മളിപ്പോൾ ആഡ് ചെയ്ത ആ ബാക്ക്ഗ്രൗണ്ട് കാണണമെങ്കിൽ ഇവിടെ ഷോ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഷോ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഇവിടേക്ക് ഇനി അടുത്ത ഒരു ടെക്സ്റ്റ്, നമുക്കൊരു ഹെഡിങ് വേണം. പിന്നീട് നമ്മൾ വായിക്കേണ്ട ആ ടെസ്റ്റുകളും ഇവിടേക്ക് കൊണ്ടുവരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ടൂളുകൾ ഇവിടെ വേറെ ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യമേ ഈ ആഡ് ടെക്സ്റ്റ് എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ഇവിടേക്ക് കൊണ്ടുവരിക. ടെക്സ്റ്റ് നമ്മൾ വന്നിട്ടുണ്ട്, പക്ഷെ വളരെ ചെറുതാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ഫോണ്ട് സൈസ് കൂട്ടിയിടുക. അപ്പോൾ ഇതാണ് ഇവിടേക്ക് ചെയ്യാനുള്ളത്. അതിനുശേഷം ഇവിടെ ടെക്സ്റ്റ് ഞാനിവിടെ കൊടുക്കുന്നത് ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്നുള്ളതാണ്. ടെറസ്ട്രിയൽ റേഡിയേഷൻ, അതിൻ്റെ കളർ വേണമെങ്കിൽ നമുക്കിവിടെ മാറ്റി കൊടുക്കാം. ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇവിടെ ടെറസ്ട്രിയൽ റേഡിയേഷൻ ഉള്ള കളർ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫോണ്ട് സൈസ് മാറ്റാം. അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാം. അണ്ടർലൈൻ ചെയ്യാം, ബോൾഡ് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ബോൾഡ് ആക്കാം. ഓക്കെ. ഇനി അടുത്തായിട്ട് വേണ്ടത് സെൻറ്ററിലാണോ അലൈൻ നമുക്ക് ചെയ്യാൻ സാധിക്കും. സെൻറ്ററിൽ, സൈഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇനി ഇത് വേണമെങ്കിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ചെയ്യേണ്ടത് ഈ വലതുവശത്ത് മുകളിലായിട്ട് ഈ റൊട്ടേറ്റ് XYZ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സെഡ് ആക്സിസ് ഒന്ന് ഇതാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ചിങ്ങനെ കൊടുക്കാം. അതിനുശേഷം വേണമെങ്കിൽ ഇവിടെ ഓക്കെ. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ലെറ്റർ സ്പേസിംഗ് ആണ്. അപ്പോൾ അത് വേണമെങ്കിൽ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് ആ ഒരു പ്രത്യേകത. ഈ ഇതും കൊടുത്തു കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ ഹെഡിങ് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടായി അതിനൊരു ഹെഡിങ്ങുമായി. ഇനി അടുത്തായിട്ട് വേണ്ടതാണ് ഇതിൻ്റെ ടെക്സ്റ്റുകൾ നമ്മളിവിടേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നേരത്തെ ടൈപ്പ് ചെയ്ത് റെഡിയാക്കിയിട്ട ടെക്സ്റ്റ് ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കോപ്പി എടുക്കുന്നു, അതിവിടേക്ക് എന്ത് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഫോണ്ട് സൈസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് കുറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇത് കുറച്ച് കൊടുക്കുക. സ്പേസിങ് അല്പം കൂടി ഒന്ന് കൂട്ടണം. കാര്യം ഇത് കുറച്ച് കൂട്ടിയില്ലെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ടായിട്ട് വരും. കുറച്ചൊന്ന് കൂട്ടിയിടുക.
പിന്നെ ഇതിൻ്റെ ഈ പാരഗ്രാഫിൻ്റെ കളറ് നമുക്ക് മാറ്റാം. ഇപ്പോൾ ബ്ലാക്കാണ് വന്നിരിക്കുന്നത് ഹെഡിങ്ങിനും അതേപോലെ ഈ ഇതിനും ഒരേ കളറാണ്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ബ്ലാക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കളർ സോളിഡ് കളർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഞാനിപ്പോൾ വൈറ്റാണ് സെലക്ട് ചെയ്യുന്നത്. ആ വൈറ്റ് സെലക്ട് ചെയ്ത് ഞാൻ ഇവിടെ വെച്ചു, ഇങ്ങനെ വെച്ചു, ഇവിടെ ഇങ്ങനെ വെച്ചു. ഇനി ഇവിടെ ആണെങ്കിൽ ലെറ്റർ സ്പേസിങ്ങും ഒന്ന് കുറച്ച് കൂട്ടിയിടുന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ ഇനി നമുക്ക് ഇമേജ് ഇവിടെ ഉണ്ട്, ആഡ് ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് നമുക്ക് ഇവിടേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു കളർ എന്താണ് ടൈറ്റിൽ ക്ലിപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടൈറ്റിൽ ക്ലിപ്പ് ഇവിടേക്ക് എടുത്ത് വെക്കുക. ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ട്രാക്ക് ആഡ് ചെയ്യണം. ഇപ്പോൾ വീഡിയോ ട്രാക്ക് രണ്ടെണ്ണം ഉള്ളത്, മൂന്നാമത്തെ ട്രാക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അത് ഇൻസേർട്ട് ട്രാക്ക് കൊടുക്കുക. ഇപ്പോൾ ചോദിക്കും വീഡിയോ ട്രാക്കിൻ്റെ രണ്ടാമത്തേന് മുകളിലാണോ വേണ്ടത്, എൻ്റെ പേര് എന്തായിരിക്കണം. അപ്പോൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ നാലാമത്തെ ട്രാക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ഇവിടെ എന്താണ് ഇതിൻ്റെ ഈ ടൈറ്റിൽ ക്ലിപ്പിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. അത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ക്ലിപ്പ് എന്നതിലേക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് എൻ്റെ കോപ്പി ഇവിടെ വന്നിട്ടുണ്ട്. ഈ കോപ്പിയിൽ റീനെയിം ചെയ്യണമെന്ന് ചെയ്യാം. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും റീനെയിം ചെയ്യാം. എങ്കിൽ ഇവിടെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ഡ്യൂപ്ലിക്കേറ്റ് എടുത്താണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ അത് ഷോ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിവിടെ വന്നിട്ടുണ്ട്. ഇനി ശരിക്കും വരേണ്ടത് ഈ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിൻ്റെ കളർ ശരിക്കും വരേണ്ടത് ഈ പറഞ്ഞ കളർ ക്ലിപ്പിൻ്റെ കളറാണ് വരേണ്ടത്. പക്ഷേ അത് തൽക്കാലം ഇപ്പോൾ ഒരു വേറെ കളർ കൊടുക്കുക, ലാസ്റ്റ് നമുക്കത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഈ വൈറ്റ് മാറ്റിയിട്ട് ഞാനിപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് മറ്റൊരു കളർ കൊടുക്കുകയാണ്. അതായത് ഇവിടെ കളർ കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇത് വേറൊരു കളറായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ശരിക്കും അവസാനം വരുമ്പോഴേക്കും നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറിലേക്ക് ഈ ടെസ്റ്റുകൾ മാറണം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു, അത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് ട്രാക്ക് ചെയ്ത് വെക്കുക. ആ കോപ്പി ഇങ്ങോട്ട് ട്രാക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, ഇവിടേക്ക് ഇതിനെയാണ് ഇനി എന്ത് ചെയ്യുന്നത്, വായിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തനമാണ്. അതിൽ എടുക്കേണ്ടത് ടൂളാണ്. ഒന്നാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ആൽഫ മാനിപ്പുലേഷനിലെ റോട്ടോസ്കോപ്പിംഗ് എന്ന് പറയുന്ന സംവിധാനം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്നെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് ഇതിലേക്ക് വെക്കുക. ഓക്കെ, ഇപ്പോൾ ഈ റോട്ടോസ്കോപ്പിംഗ് ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഡോട്ട് ഇടുക എന്നുള്ളതാണ്. ഓക്കെ, ഞാനിവിടെ ഒന്ന് ചുറ്റുപാടും ക്ലിക്ക് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടി ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ വന്നു. വേറൊരു കളറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാം. ഇവിടെ ഇനി ചെയ്യേണ്ടത് ഈ ആൽഫ ഓപ്പറേഷനിൽ റൈറ്റ് ഓൺ ക്ലിയർ എന്നുള്ളതിൽ മാറ്റിയിട്ട് ഇവിടെ സബ്ട്രാക്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ആൽഫ ഓപ്പറേഷനിൽ റൈറ്റ് ഓൺ ക്ലിയർ ആണ് വരുന്നത് ഡിഫോൾട്ടായിട്ട്, അത് മാറ്റിയിട്ട് സബ്ട്രാക്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ പഴയതിലേക്ക് ആയിട്ടുണ്ട്. ഇൻവേർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ആ കളറും കൊടുത്ത കളർ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഓഡിയോക്ക് അനുസരിച്ച് ഇത് നീങ്ങുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ടെറസ്ട്രിയൽ റേഡിയേഷൻ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ originating. ഈ ടെറസ്ട്രിയൽ റേഡിയേഷൻ തൊട്ടാണ് ഇങ്ങനെ തുടങ്ങുന്നത്. Terrestrial radiation, long wave electromagnetic radiation. Terrestrial radiation. അപ്പോൾ അത്രയും ഉണ്ട്. അപ്പോൾ ഇവിടെ ഇത്രയും വന്നപ്പോഴാണ് ആ ആദ്യത്തെ ലൈൻ കഴിഞ്ഞത്. അപ്പോൾ ആദ്യത്തെ ലൈൻ കഴിഞ്ഞത് ഇത്രയും വന്നപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ വെച്ച് നമ്മൾ പോസ് ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഇത്രയുമാണ് ഈ ആദ്യത്തെ ലൈൻ വരുന്നത്. അപ്പോൾ ഒരു ലൈനായിട്ടാണ് നമുക്ക് വായിച്ചു പോകേണ്ടത്. അപ്പോൾ ഇവിടെ നിർത്തിയിട്ട് നമ്മളൊരു താഴെയുള്ള പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. പക്ഷേ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് വീണ്ടും പ്ലസ് അത് മൈനസിലേക്ക് വരണം. അപ്പോൾ അത് എന്ത് ചെയ്യാം, ഇവിടെ
ഇപ്പുറത്തുള്ള ഗോ ടു പ്രീവിയസ് കീ ഫ്രെയിം എന്നുള്ളത്, അതായത് അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ കീ ഫ്രെയിമിലേക്ക് നമ്മൾ പോസ് അടിച്ച ആ ഭാഗത്തേക്ക് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, അത് ഈ ആദ്യത്തെ ലൈനിൽ നിന്ന് ഇങ്ങനെ ഇതാണ് നമ്മൾ നേരത്തെ ചെയ്ത സാധനം ഇങ്ങനെ മാറ്റി വെക്കുക, ബാക്കിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആയി. ഇനി രണ്ടാമത്തെ ലൈൻ എന്ത് ചെയ്യുക, അതിൻ്റെ ഓഡിയോ കേൾക്കുക. Long wave electromagnetic radiation. Long wave electromagnetic radiation. Long wave electromagnetic. മാഗ്നറ്റിക് അത്രയുമാണ്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഇത്രയാണോ നിൽക്കുന്നത് അവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് തിരിച്ച് ഇതിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൊണ്ട് നീങ്ങുന്നതുകൊണ്ടാണ് വരുന്നത്. ഇതിൻ്റെ പ്രീവിയസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് മൈനസായി അതേ പോയിന്റിലേക്ക് വന്നു. ഇനി എന്ത് ചെയ്യുക, വീണ്ടും ഈ ലൈൻ എടുത്ത് തിരിച്ച് നമ്മൾ വായിച്ചു പോകുന്ന ആ രീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ലൈനായി. ഇനി മൂന്നാമത്തത് കേൾക്കുക. Radiation originating from Earth. ഒറിജിനേറ്റിംഗ് ഫ്രം എർത്ത്, ഇത്രയുമാണ് അടുത്ത് വരുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ പ്ലസ് ബട്ടണിലൂടെ ക്ലിക്ക് ചെയ്യുന്നു. പ്രീവിയസ് കീ ഫ്രെയിമിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് വന്നു. ഇനി മൂന്നാമത്തെ ലൈനും എന്ത് ചെയ്യുന്നു, ഇതുപോലെ തന്നെ എന്താണ് മുന്നോട്ട് മാറ്റി വയ്ക്കുന്നു. ഓക്കെ, ഇനി നാലാമത്തെ ലൈൻ എന്താണെന്ന് കേൾക്കാം. ആൻഡ് ഇറ്റ്സ് അറ്റ്മോസ്ഫിയർ, ഇത്രയുമാണ്. അപ്പോൾ ഇവിടെ ഇത്രയുമാണ്. അപ്പോൾ നിർത്തി ഞാൻ ഫോക്കസ് ചെയ്തു. അപ്പോൾ ഇവിടെ പ്ലസ് ക്ലിക്ക് ചെയ്യാം. അത് കറക്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് നടിക്കുന്നു. അപ്പോൾ അതിലേക്ക് കറക്റ്റ് വന്നിരുന്നു. ഇനി എന്ത് ചെയ്യുക, അതൊന്ന് ഡ്രാഗ് ചെയ്ത് വെക്കുക. ഇത്രയും മതി. ഇനി അടുത്ത ലൈന് ഒന്ന് കേൾക്കുക. Radiation from the Earth is called. റേഡിയേഷൻ ഫ്രം ദി എർത്ത് ഈസ് കോൾഡ്, ഇത്രയുമാണ് വരുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യാം, ഇവിടെ വെച്ചിട്ട് ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനുശേഷം വീണ്ടും ഇത് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് മാറ്റി വെക്കുക. ഇത്രയും മാറ്റി വെച്ചു. ഇനി അവസാന ലൈൻ കേൾക്കുകയാണ്. ടെറസ്ട്രിയൽ റേഡിയേഷൻ, അത്രയുമാണ്. ഇവിടെ വീണ്ടും പ്ലസ് ബട്ടൺ അടിക്കുന്നു, പ്രീവിയസിലേക്ക് പോകുന്നു. വീണ്ടും ഈ ലൈന് എന്ത് ചെയ്യുന്നു, മാറ്റി ഇതുപോലെ വെക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ആ ലൈനുകൾ നമ്മൾ മാറ്റി വെച്ചു. ഓക്കെ, ഇനി ഒന്ന് നമുക്ക് കണ്ടു നോക്കാം ഇതെങ്ങനെയാണ് പോകുന്നത്. നമുക്ക് നോക്കാം. Terrestrial radiation. Long wave electromagnetic radiation originating from Earth and its atmosphere. Radiation from the Earth is called terrestrial radiation. ഓക്കെ, ഇതാ വായിച്ചു പോകുന്ന സ്ക്രീനിലൂടെ ടെസ്റ്റുകൾ ഇങ്ങനെ നീങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും. ഈ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ച് ഈ കളറ് വന്നാൽ കോപ്പി എടുത്തതിൻ്റെ കളറ് ആയെങ്കിൽ മാത്രമേ ഇത് ഈ അക്ഷരങ്ങളുടെ ലൈനുകൾ കാണാതിരിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഇതിൻ്റെ കളർന്ന് മാറ്റണം കോപ്പി എടുത്തതിൽ. അപ്പോൾ അത് വീണ്ടും ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ക്ലിപ്പ് കൊടുക്കുക. അപ്പോൾ എഡിറ്റ് ക്ലിപ്പ് കൊടുത്തു ബാക്ക്ഗ്രൗണ്ടിൽ വന്നു അല്ലേ. ആ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ച് ഒന്ന് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കളർ വന്നു. ഇനി ഈ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ച് നമുക്കൊന്ന് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റാണ്, വൈറ്റിൽ ഏത് കളറാണെന്ന് നോക്കുക. ഓക്കെ, ഇനി ഓക്കെ കൊടുക്കുക. ഇവിടെ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഇത് കാണുന്നില്ല. ഓക്കെ, ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം നമുക്ക്. Terrestrial radiation. Long wave electromagnetic radiation originating from Earth and its atmosphere. Radiation from the Earth is called terrestrial radiation. ഓക്കെ, അപ്പോൾ അത്രയുമാണ് വന്നത്. ഇവിടെ നമുക്ക് കണ്ടത് ഒരു വരി നീങ്ങിപ്പോകുന്നതായിട്ടാണ്. എന്നാലൊരു 3-4 വരി ഒരുമിച്ച് നമുക്ക് എങ്ങനെ മാറ്റാമെന്നുള്ളതാണ് അടുത്തത് നോക്കാനുള്ളത്. ഈ കളർ ക്ലിപ്പ് ഒന്നുകൂടി കുറച്ചുകൂടി ഒന്ന് ട്രാക്ക് ചെയ്ത് നിർത്തുക. ശേഷം ഓഡിയോ ക്ലിപ്പ് ഇതിലേക്ക് കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നു അതെന്ത് ചെയ്യാം, അത് ഞാൻ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് വെച്ച് ഇവിടേക്ക്
ഇതാണ്, ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഓഡിയോ ക്ലിപ്പ്. ഇതാണ് ഇത് വരുന്നത്. അതിനുശേഷം ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പഴയ പോലെ തന്നെ എന്ത് ചെയ്യുക, പ്രൊജക്റ്റിലേക്ക് പോവുക. അവിടേക്ക് ഒരു ടൈറ്റിൽ ക്ലിപ്പ് കൊണ്ടുവരണം. അപ്പോൾ പ്രൊജക്റ്റിൽ ആഡ് ടൈറ്റിൽ ക്ലിപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഷോ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് വന്നു. ഇനി ആദ്യമേ ടെസ്റ്റ് കൊടുക്കുന്നു. സെലക്ട് ചെയ്യുന്നു. പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ അതിൽ 4 ഭാഗങ്ങളുണ്ട്. അപ്പോൾ ആ 4ഉം ഒരുമിച്ച് പോകണം. അപ്പോൾ ഇതാണ് ഹെഡിങ്. അപ്പോൾ ഈ ഹെഡിങ് ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നു. അതിനുശേഷം ഇതിലേക്ക് ഉൾപ്പെടുത്തേണ്ട ടെക്സ്റ്റുകൾ ഇതാണ്. ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ എന്നുള്ളതാണ്. അപ്പം അത് കണ്ടക്ഷൻ, അപ്പോൾ ആദ്യത്തേതായി. ഈ രണ്ടാമത്തേതെന്ന് പറയുന്നത് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. ഞാൻ വീണ്ടും ടെസ്റ്റ് എടുത്തു. ഇവിടെ കൺവെക്ഷൻ എന്നുള്ളതാണ് എടുക്കുന്നു. അപ്പം അത് കൊടുക്കുന്നത് അഡ്വെക്ഷൻ എന്നുള്ളതാണ്. അഡ്വെക്ഷൻ. ഇനി 4ാമത്തത് റേഡിയേഷൻ, ടെറസ്ട്രിയൽ റേഡിയേഷൻ. അപ്പം 4 ഇതിൻ്റെ സ്പേസൊക്കെ വ്യത്യാസമുണ്ട്. ഇത് നമുക്ക് ഒരുമിച്ച് ആദ്യം നോക്കിൽ എന്ത് ചെയ്താൽ മതി, ഇതായതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് ട്രാക്ക് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓരോന്നിനും സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ കളർ കൊടുത്ത് കുറച്ചുകൂടി ഭംഗിയാക്കാം. ഇവിടെ ആദ്യത്തെ ഞാൻ സെലക്ട് ചെയ്തിട്ട് അതിനൊരു കളർ, രണ്ടാമത്തെ സെലക്ട് ചെയ്തിട്ട് ഞാൻ വേറൊരു കളർ കൊടുക്കുന്നു. മൂന്നാമത്തത് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുന്നു. 4ാമത്തത് സെലക്ട് ചെയ്തിട്ട് വേറൊരു കളർ ആഡ് ചെയ്യാണ്. ഈ കളർ കൊടുക്കുന്നു. അപ്പം അങ്ങനെ 4 കളർ ഇവിടെ വന്നിട്ടുണ്ട്. 4 കളർ കൊടുത്തു. ഈ പഴയ എന്താണ് ഇവിടുന്ന് ഇത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇതിവിടെ അടുത്ത എന്താണ് ആയിട്ടുണ്ട്. പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിൽ അതിൻ്റെ ടൈറ്റിൽ ക്ലിപ്പും ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അതാദ്യം എന്ത് ചെയ്യാം, ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് വെക്കുന്നു. ഇത്രയും പറഞ്ഞു. ഇത് ഇങ്ങനെ നിർത്തുക. ഇനി ഇതിൻ്റെ എന്താണ് കോപ്പി എടുക്കണം. ഡ്യൂപ്ലിക്കേറ്റ് ക്ലിപ്പ്. അപ്പോൾ അതിൻ്റെ ഇവിടെ വന്നിട്ടുണ്ട്. ടൈറ്റിൽ ക്ലിപ്പ് കോപ്പി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് വെക്കുക. ശേഷം ഇതൊന്ന് ഒരേപോലെ ആക്കുക. ഇനി ഇതിലേക്ക് ആൽഫ മാനിപ്പുലേഷനുള്ള റോട്ടോസ്കോപ്പിംഗ് എന്ന് പറയുന്ന സങ്കേതം കൊണ്ടുവരിക. ഇതിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി, ഇവിടെ നോഡുകൾ വെക്കണം. നോഡ് കഴിഞ്ഞാൽ മാർക്ക് ചെയ്യുന്നതാണ്. മാർക്ക് ചെയ്തു. ഇനി ഇവിടുന്ന് ആൽഫ ഓപ്പറേഷനിലെ റൈറ്റ് ഓൺ ക്ലിയർ എന്നുള്ളത് സബ്ട്രാക്ട് കൊടുക്കുന്നു. ഇൻവെർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി അത് ഓഡിയോ നോക്കാം നമുക്ക്. Process of heat transfer in the atmosphere. പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ അത് ഇതാണ്. അതിൽ ഇവിടെ വരെ നിൽക്കുകയാണ്. അത് കുറച്ചും കൂടി നീക്കി വെച്ചു. ഓക്കെ, ഇനി രണ്ടാമത്തത് കണ്ടക്ഷൻ എന്ന് പറയുന്നത് ആദ്യത്താണ്. അപ്പോൾ അതിൽ പ്ലസ് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ പ്രീവിയസിലേക്ക് പോകുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു കുറച്ച് ഭാഗം കാണും. എല്ലാം ഒരുമിച്ചാണ് കണ്ടത്. 4 ടെക്സ്റ്റ് ലൈനുകൾ ഒരുമിച്ചാണ്. ഇത്രയും ഈ ഭാഗം മാത്രമേ നമുക്ക് വിസിബിൾ ആവുള്ളൂ. അപ്പോൾ അത്രയും കൊടുത്തു. അതിനുശേഷം വീണ്ടും എന്താ കൺവെക്ഷൻ. അപ്പോൾ ഇത്രയുമാണ് കൺവെക്ഷൻ. പ്ലസ് ബട്ടൺ കൊടുത്തു. ക്ലിക്ക് ചെയ്യാം. ഇനി അടുത്തത് ഇത്രയും കൊടുത്തു. ഓക്കെ, ഇനി അടുത്തത് വീണ്ടും ഓഡിയോ പ്ലേ ചെയ്യാം. അഡ്വെക്ഷൻ. അപ്പോൾ ഇത്രയുമാണ് അഡ്വെക്ഷൻ. അതിപ്പോൾ വീണ്ടും അത് എന്ത് ചെയ്യാം, കുറച്ചും ഡ്രാഗ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ഓഡിയോ വീണ്ടും പ്ലേ ചെയ്യാം. Terrestrial radiation. അപ്പോൾ ഇതാണ് ഇവിടെ വരെ വന്നു. അപ്പോൾ പ്ലസ് കൊടുക്കുക.
ടെറസ്ട്രിയൽ റേഡിയേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക, വീണ്ടും ഒരു പ്ലസ് ബട്ടൺ കൊടുക്കുക, ഫീൽഡിലേക്ക് പോവാം. ഇതൊന്ന് ഇവിടെ ഒരു കാര്യം ചെയ്യാനുണ്ട്. ഇതിൽ ഈ പറഞ്ഞ ടൈറ്റിൽ കോപ്പി എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഇതെല്ലാം ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ മാറ്റി വെക്കണം. അതിന് വേണ്ടിയിട്ട് ചെയ്താൽ മതി. ഇത്രയും ഒന്നിക്കാണ്. ഇനി എന്ത് ചെയ്യാം, ഓക്കെ കൊടുക്കാം. നല്ല ആദ്യം കാണില്ല. Process of heat transfer in the atmosphere, conduction, convection, advection, terrestrial radiation. ഇതാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യാൻ, ഇനി റെൻഡർ എടുക്കാം. അതിൽ MP4 ആണ്. ഇനി എന്ത് ചെയ്യുക, എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സേവ് ചെയ്യുന്നു, അതിൻ്റെ റെൻഡർ ചെയ്യുന്നു. റെൻഡറിങ് പൂർത്തിയായി കഴിഞ്ഞാൽ ഇത് നമ്മൾ ഡെസ്ക്ടോപ്പിലാണ് കൊടുത്തത്. ഡെസ്ക്ടോപ്പിൽ റേഡിയേഷൻ വന്നു എന്നുള്ളതാണ്. ഒന്ന് ക്ലിക്ക് ചെയ്യുക. Terrestrial radiation, long wave electromagnetic radiation originating from Earth and its atmosphere. Radiation from the Earth is called terrestrial radiation. Process of heat transfer in the atmosphere, conduction, convection, advection, terrestrial radiation. വായിക്കുന്നതനുസരിച്ച് നീങ്ങുന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ് റോട്ടോസ്കോപ്പി. ഇതാണ് പറയാനുള്ളത് എല്ലാവർക്കും.